ചേച്ചി എടുത്തുകൊണ്ട് നിൽക്കണോ? ബേക്കറി പോകാൻ മടിയാണോ? മാളവിന്റെ അടുത്ത് പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ നിൽക്കുവാണേ. വന്ന് ചേച്ചി വിളിക്കണോ? എണീറ്റ് കഴിഞ്ഞാൽ മാളവിന്റെ അടുത്ത് പോണം. സന്തോഷമായ മോളിൽ കയറണം. എണീറ്റ് കഴിഞ്ഞാൽ ഒന്ന് പോകുന്നതിന് മുമ്പ് മാളവിൻ്റെ അടുത്ത് പോയി ഒരു യാത്ര പറയുന്ന പോലത്തെ ഒരു ശീലമുണ്ട്. ചക്കിയും രണ്ടുപേരും എണീറ്റ് വരുന്നുള്ളൂ. ബാ നമുക്ക് ഇനി പോകാം, നമുക്ക് സമയമായി പോകാൻ. ബാ 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 ഓ നമുക്ക് വന്നേ നീ വാടാ, തേക്കരി പോകാൻ സമയമായിന്നേ. വേണ്ട വാ വന്നേ, നമുക്ക് തേക്കരി പോവാന്നേ. വാ നമുക്ക് പോയി കളിക്കാം. ബാ ടാറ്റ കൊടുത്തേരെ, ടാറ്റ കൊടുത്തേരെ, ടാറ്റ കൊടുത്തേ. എസക്കൂടി ടാറ്റ കൊടുത്തേ. ഉമ്മ വാ ബൈ ബൈ. ബൈ 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 ബൈ. വാ പോരെ. ബ്രേക്ക്ഫാസ്റ്റിന് എഗ് വൈറ്റ് മാത്രം വേണം. അപ്പം എഗ് വൈറ്റ് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സാധനം പോലാട്ടോ. മുട്ട വരാടാ. ഇതുണ്ടോ, ഇതിങ്ങനെ ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോഴേക്കും എല്ലോ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വരും. എന്താ വൈറ്റ് മാത്രം വരെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കും. ചിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ഫാറ്റ് ഫ്രീ യോഗർട്ടും ഫ്രഷ് ബെറീസും പിന്നെ ഒരു കുറച്ച് ഹണി ഡ്രിസിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തില് എഗ് വൈറ്റ് സ്ക്രാമ്പിൾ ചെയ്തത്. നല്ല വെയിലെന്ന്, നല്ല വെയിലെന്ന്. പോകാം നമുക്ക്, പോകാം നമുക്ക്. ഞാൻ രാവിലെ മറന്നുപോയി, ഞാനും ഇത് ചെയ്തില്ലോ. ഇന്ന് രാവിലെ ചിക്കനും ഡ്യൂട്ടിയുണ്ട്. എസക്കുട്ടി ഡേക്കറി പോകുന്നു, പിള്ളേർ സ്കൂളിൽ പോകുന്നു. പപ്പ വീട്ടില. ഉമ്മ രാവിലെ ഇറങ്ങുമ്പം നല്ല തണുപ്പാണ്. ഒന്നര വിൻ്റർ ജാക്കറ്റ് എടുക്കണം. തിരിച്ചു വരുമ്പോഴേക്ക് അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടാവും അല്ലേ? പോകാം നമുക്ക്. ബറ്റാ മാള എത്ര മണിക്കാണ് മോനെ? 9 മണിക്ക്. ചക്കിക്കും ജോണിക്കുട്ടിക്കും 8 മണിക്കാണ്. അപ്പോൾ എല്ലാ ദിവസവും പൊറീച്ചൊക്കെ ആയതുകൊണ്ട് ഒരു മടുപ്പായതുകൊണ്ട് ക്രോയിസോണ് പിന്നെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ടുണ്ട്. ചക്കിക്കും 8 മണിക്കല്ലേ? നാളെ 8:40. ഇന്ന് ജോണിക്കുട്ടിക്ക് ഒത്തിരി പരിപാടിയുള്ള ദിവസമല്ലേ? ഫസ്റ്റ് ഞാൻ വീട്ടിൽ സ്കൂളിൽ കുറേ പരിപാടിയുണ്ട്, അത് കണ്ടിട്ട് പഠിക്കണം. എന്നിട്ട് ഞാൻ ഹോംവർക്ക് ചെയ്യട്ടെ. ഞാൻ വെയിറ്റ് ചെയ്യും ഒരാളോട്. എൻ്റെ 2 മണിയാകുമ്പോൾ ഞാൻ ഫുട്ബോൾ മറ്റേ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് അവന് ഞാൻ ഫുട്ബോളിൽ പോകും. ബിക്കോസ് എനിക്കറിയില്ല അത് ഇവിടെ, സോ അവർക്കറിയുകൊണ്ട് അവർ എന്നെ ലൈക്ക് ഒരു മണിക്കൂർ ഫുട്ബോൾ ഉണ്ട്. അത് കഴിഞ്ഞ് വീട്ടിൽ വരും. എന്നിട്ട് 4 മണിയാവുമ്പോ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പോകും കളിക്കാൻ വേണ്ടിട്ട്. എന്നിട്ടൊന്നുമില്ല. ചക്കിക്ക് വരും അല്ലേ? അപ്പൊ ജോണിക്കുട്ടി സ്കൂൾ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരാം കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇന്ന് സ്കൂളിൽ നിന്ന് ബസ് എടുത്തിട്ട് എന്താ സ്ഥലത്ത് നിങ്ങൾ പോവാ. പക്ഷെ ടാക്സി ബസ് വരുന്ന എത്ര മണിക്ക്? 9 മണിക്കോ 10 മണിക്കല്ലേ? 10 മണിക്ക്. ഞാൻ ഇവിടെ പോണേ. ചക്കി നാലാം ക്ലാസ് മറക്കത്തുള്ളൂ. പക്ഷെ എന്റെ ഫിലിമേല് കാണിച്ചത് ഇല്ല. എന്റെ ഫിലിമേലുണ്ടല്ലോ സൈക്കിൾ കൊണ്ടുപോകണം. സൈക്കിളും വേണം. ആസ് യൂഷ്വൽ എല്ലാ ദിവസത്തെ പോലെയും ഇന്ന് നമ്മുടെ പരിപാടികൾ തുടങ്ങണം. ആക്ച്വലി ഇന്ന് ഞാൻ ഫ്രീ ആണ്. പക്ഷേ എന്താ പറയുന്നത്, വീട്ടിലെ കാര്യങ്ങൾ, ലഞ്ച്, പിന്നെ പിള്ളേർക്കുള്ള ഫുഡ് എല്ലാം അത്യാവശ്യം ഉണ്ടാക്കി വയ്ക്കണം. പക്ഷെ രാവിലെ തന്നെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ എല്ലാ പരിപാടി തീരും. മക്രോണിനകത്തേക്ക് ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ. അതാകുമ്പോൾ ഓക്കേണോ? അപ്പം നിങ്ങൾക്കത് ഉണ്ടാക്കാം, അമ്മയ്ക്കും പപ്പയ്ക്കും വേറെ ഫുഡ് ഉണ്ടാക്കാം. ജോണിക്കുട്ടി സ്കൂൾ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരാം കേട്ടോ. മുട്ട മൊത്തം കഴിക്കരുത്, ബാലൻസ് വയ്ക്കല്ലേ.
-2, -4. Feels like. Hey Google, what is the feel like weather today? Today, it should feel as high as 4 and as low as -2 due to wind chill. 0% ആണ് sunny ആണ് പിന്നെ 0% മറ്റേ നാളെ വരുമ്പോൾ അത് ഫൈൻ കൂട്ടി വരുന്നുണ്ടാവുമായിരിക്കും. ഇല്ല പിള്ളേരുടെ ബുക്ക ഇല്ല മറ്റേ എന്റെ ക്ലാസ്സിൽ സുനി പറഞ്ഞു മറ്റേ അല്ല സുനി പറഞ്ഞു കുഞ്ഞു പിള്ളേരുടെ ഉണ്ട് അത് കുഴപ്പമില്ലായിരുന്നു ഒരു ബുക്ക് എടുത്തതാണ്. രണ്ടുപേരും വൈകിട്ട് ഒക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാം പരിപാടിയൊക്കെ തീർത്തതിന് ശേഷം കിടക്കും. പക്ഷെ ഇന്നലെ ചെക്ക് തന്നെയായതുകൊണ്ട് രാവിലെ തൊട്ട് തിരക്കായിരുന്നു. പിന്നെ ഓരോ പ്രാവശ്യവും ഫുഡ് പിള്ളേർ കൊടുത്തു കഴിയുമ്പോഴേക്കും ഒരു പരിവാവും. പിന്നെ വൈകിട്ടാകുമ്പോഴേക്കും ആള് അവശതയാവുമല്ലോ. അതുകൊണ്ട് പിന്നെ ചിക്കും വൈകിട്ട് പിന്നെ പ്രത്യേകിച്ച് ചെയ്തില്ല. മക്രോണിലാത്തേക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇനി പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് 2 ദിവസം ഇരുന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇന്ന് കഴിച്ച ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എൻ്റേതായ ശൈലിയിൽ ഉണ്ടാക്കുന്നത്. മീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസ് കുറച്ച് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മഷ്റൂം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബീൻസ്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, സവോള, പിന്നെ ബേക്കണും എടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് കൂടുതൽ കലോറി, കുറച്ച് ഫാറ്റൊക്കെ ഉള്ളിൽ ചെല്ലാൻ വേണ്ടിയിട്ട് ഞാൻ മക്രോണിനകത്തേക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് സാധനങ്ങൾ അഡീഷണൽ ആയിട്ട് ചേർക്കും. ഇപ്പം ഞാൻ വെളുത്തുള്ളി, സവോള, ഇഞ്ചി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തു. ഇതൊന്ന് പതുക്കെ വാടി വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ മിസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട്. ഞാനിത് 1/2 കിലോ ആണ് എടുത്തേക്കുന്നത്. 1/2 കിലോ 700 ഗ്രാം ഉണ്ട് കേട്ടോ. 700 ഗ്രാം മിസ്റ്റിമേറ്റ് ഉണ്ട്. അത് നേരെ നമ്മൾ ഇതിനകത്തേക്ക് ഇടുവാണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്യാറുണ്ട്. കുറച്ച് മീറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് കുറച്ച് എളുപ്പമായതുകൊണ്ട് തന്നെയാണ് മക്രോണിനകത്തേക്ക്. പിന്നെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ചെക്കുവിൻ്റെ ഡയറ്റ് തുടങ്ങിയിട്ട് 7ാമത്തെ ദിവസമാണ്. അപ്പം ഇതുവരെ വലിയ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് അങ്ങനെ വിശന്നിരിക്കുന്ന പോലെ ഫീൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനും ചിക്കൻ്റെ കൂടെ അത്യാവശ്യം നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട്. കാരണം ഞാനും കൂടെ സഹകരിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് സ്മൂത്തായിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചിക്കുവിന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഞാനും പേഴ്സണലായിട്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കാറില്ല. എന്താണോ ചിക്കു കഴിക്കുന്നത് അത് തന്നെ ഞാനും കഴിക്കുന്നു. പിള്ളേർക്ക് മാത്രം നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഹെവി ആയിട്ട് ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നതിന് ബേക്കൺ ഉണ്ടല്ലോ, ബേക്കണും കൂടെ ഇതിനകത്തേക്ക് ഇടും. പിള്ളേർ മടുപ്പില്ലാണ്ട് കഴിക്കുന്ന സാധനങ്ങളിലൊന്നാണ് ഞാൻ ഉണ്ടാക്കുന്നതിൽ മക്രോണിനകത്തേക്കാണ്. ബേക്കണും മീറ്റും അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. പിന്നെ മഷ്റൂംസ് നമ്മൾ ഇടുന്നുണ്ട്. നമ്മൾ മഷ്റൂമും നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. പിന്നെ ബീൻസ് കുറച്ച് എടുത്തിട്ടുണ്ട്. ബീൻസും കൂടെ നമ്മൾ ഇടുന്നു. അപ്പം അത്യാവശ്യം വെജിറ്റബിളും ആയിട്ടുണ്ട്. പിള്ളേർ മക്രോണിനകത്തേക്ക് കഴിക്കുമ്പം ഞാനും ചിക്കും ആസ്പരാഗസും പിന്നെ ഫിഷുണ്ട്. നമ്മൾ കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഈ ലെമണിൻ്റെ നാര് കുറച്ച് പൊടിച്ച് വെളുത്തുള്ളി ലേശം, ഒരു പൊടി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ. ഗ്യാസ് എടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ഒലിവ് ഓയിലിനകത്താണ് നമ്മൾ റെഡിയാക്കുന്നത്. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, നാരങ്ങയുടെ തുരി ലേശം ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി പതുക്കെ ചതച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ലേശം നാരങ്ങ നീരും കൂടി റെഡി ആയി കഴിയുമ്പോൾ മുകളിൽ ഒഴിച്ചാൽ മതി. നമ്മുടെ മീറ്റും വെജിറ്റബിളും ശരിക്കും വെന്തു കേട്ടോ. ഇനി നമ്മളിതിനകത്തേക്ക് കുറച്ച് ചീസും കൂടെ ഇട്ട് കൊടുക്കാൻ പോകാം. കുറച്ച് ചീസും കൂടെ ഞാൻ ഇട്ടേ. ഒരേ സമയത്ത് എല്ലാ കാര്യവും കൂടെ ചെയ്തേക്കുവാണെങ്കിൽ പരിപാടി പെട്ടെന്ന് തീരുമല്ലോ. കുറച്ച് നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ടേ ഈ പൊടിക്ക്. എൻ്റെ മീറ്റും വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്തു.
മക്രോണി ശരിക്കും വേവിച്ചായിരുന്നു, കാരണം യാസക്കുട്ടി കഴിക്കാനുള്ളത് കൊണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പോകും. മക്രോണി അതുപോലെ തന്നെ മീറ്റോടെ കൂടി ശരിക്കും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ചൂടാറി കഴിഞ്ഞതിന് ശേഷം അവനകത്ത് വയ്ക്കണം. വേണമെങ്കിൽ നമുക്കിപ്പോൾ തന്നെ കഴിക്കാം. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ഹെവി ആകാൻ വേണ്ടിയിട്ട് മുട്ടയും പാലും കൂടെ ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് ചേർക്കും. 5 മുട്ട എടുത്തിട്ടുണ്ട്. 5 മുട്ട പൊട്ടിച്ചിട്ടു. പിന്നെ പാലും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി പോകണം. ഇപ്പോഴേക്കും നമ്മൾ പാലും മുട്ടയും കൂടെ അടിച്ച് വെച്ചേക്കുന്നത് നേരെ ഇങ്ങനെ അങ്ങേ സൈഡിൽ തൊട്ട് ഇങ്ങേ സൈഡിലേക്കെല്ലാം ഫുള്ള് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു. ഒരു പ്രാവശ്യം പിള്ളേർ കഴിച്ചാണല്ലോ, പിന്നീട് അവർ ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചോളൂ. നമ്മളൊരു 150 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് നേരം അവനകത്ത് വയ്ക്കാൻ പോവാണ്. അത്യാവശ്യം എല്ലാ പരിപാടികളും നിമിഷ നേരം കൊണ്ട് കഴിഞ്ഞു. മക്രോണി റെഡി ആയിട്ടുണ്ട്. ഹാർഡല്ല, നല്ല സോഫ്റ്റ് ആണ്. ജോണിക്കുട്ടി അങ്ങനെ സ്കൂൾ കഴിഞ്ഞ് വന്നു. എന്നാ ജോണിക്കുട്ടി? ഇന്നലെ നമ്മൾ വാങ്ങിയ ബുക്കാണെങ്കിൽ മമ്മിക്ക് ചോദിച്ചിട്ടാണ്. മമ്മിക്ക് ചോദിച്ചാൽ എനിക്ക് ആ ബുക്ക് എടുത്തോണ്ട് പോകാൻ പറ്റുമെന്ന്. മറ്റേ സ്കൂളിൽ ബിക്കോസ് ദോശകളുണ്ട് നീ സ്കൂളിൽ സ്വന്തം ബുക്ക് എടുത്തിട്ട് വായിച്ചാൻ വേണ്ടി. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ മമ്മി പറഞ്ഞു ഓക്കെ, അത് ഞാൻ എടുത്തു വായിച്ചു. വന്നിട്ട് സുവിക്കും കാണിച്ചു. സുവിയും ഇംപ്രസ്ഡ് ആയി ബിക്കോസ് അത് പിള്ളേരുടെ അല്ലേ. പിന്നെ എനിക്ക് അത് എനിക്ക് അതുപോലെ വന്നിട്ട് മറ്റേ സ്കൂൾ തീർന്നപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ ചോദിച്ചു, അല്ല ഫ്രണ്ടിൻ്റെ അമ്മയ്ക്ക് ഞാൻ ചോദിച്ചു എത്ര മണിക്കാണ് ഫുട്ബോളിൻ്റെ അത്. അപ്പോഴാണ് എനിക്ക് അകത്തെ അമ്മ പറഞ്ഞു ഞാനാണെങ്കിൽ അറിയാതെ നിന്റെ അമ്മയ്ക്ക് മെസ്സേജ് അയച്ചു റോങ് സമയം 2 മണിക്കല്ലാണൂന്ന്, അത് കൂസിക്കാണൂന്ന്. സ്റ്റാർട്ട് ചെയ്യുന്ന കൂസി, പക്ഷെ പോളി കൂസി ആകുമ്പോൾ അവരുടെ വീട്ടിൽ പോണാണ്. അല്ല വീസി ആകുമ്പോൾ ഞാൻ പോണാണ്. ബിക്കോസ് അപ്പുറം എനിക്ക് പോളി കൂസി ആകുമ്പോൾ ഇറങ്ങുന്ന വീസി ആകുമ്പോൾ ഇറങ്ങുന്ന സമയമുണ്ട്, ഇഷ്ടമായി സമയമുണ്ട്. കൊച്ചിന് ഫുഡ് കേട്ടോ അപ്പാ? എനിക്ക് തോന്നുന്നത് ഫുഡ് പോയിസൺ ആയിരുന്ന അല്ല, ബിക്കോസ് എല്ലാം പിള്ളേർക്ക് എല്ലാം നമ്മുടെ ക്ലാസ്സിൽ എല്ലാവർക്കും ഛർദി വരുവാണ്. എനിക്ക് വരെ വന്നു. ലസങ്ങ, മറ്റേ ഒരു വെജിറ്റബിളുടെ ലസങ്ങ, അവിടെ ആണെങ്കിൽ ഛർദി വന്നു എനിക്ക് ഇവിടെ വരെ. എന്നിട്ട് എന്റെ തൊണ്ടയിൽ ഒരു സാധനം സ്റ്റക്കായി ബ്ലോക്കായി പോലെ. ജോണിക്കുട്ടി വാ. ജോണിക്കുട്ടി എങ്ങനെയുണ്ട്? ജോണിക്കുട്ടി ആണോ? പിന്നെ ചിക്കൻ വിങ്സ് ഉണ്ടാക്കിയായിരുന്നു. നമുക്ക് വീട്ടിൽ പോവാല്ലേ? മമ്മേനെ കാണാനുള്ള കരച്ചില്. മമ്മയുടെ സൗണ്ട് കേട്ടു. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നൊരു സൗണ്ട് കേട്ടു. മമ്മ എടുക്കാണ്ട് ഡ്രസ്സ് മാറാൻ പോയതിന്റെ വിഷമം. മമ്മേനെ കാണാത്തിന് വിഷമമായിരുന്നു. രാവിലെ എപ്പോഴും സങ്കടമായിരുന്നു. എക്സാം ആണോ? ബേബിമാരെ പോലെ ഉടുപ്പേര് വീഴ്ചിട്ടില്ല. എന്നാ കഴിച്ചേ? ഫുഡ് എന്നായിരുന്നു? ഇത് നൈറ്റ് ഡ്രസ് ആവുന്ന നൈറ്റ് ഡ്രസ്സിൽ ഫുഡ് ആവണേ എങ്ങനെയാ? എനിക്കറിയോ, വീട്ടിൽ ഡ്രസ് ആവും. ഫുഡ് എടുത്തരാം. അവൻ ദാഹിച്ചിട്ട് കരഞ്ഞല്ലേ? 3 ഗ്ലാസ് വെള്ളം കുടിച്ചല്ലേ? ഡേ കെയറിൽ ഒത്തിരി വെള്ളം കൊടുക്കുകയല്ലോ അവര്. ആണോ? വെള്ളം കിട്ടിയില്ലായിരുന്നു കൊച്ചിന്? ഓക്കെ. ഫുഡ് കഴിക്കുമ്പോൾ ഉള്ള കൊടുക്കലുള്ളൂ. പിന്നെ ഇടയ്ക്ക് അങ്ങനെ അറിയത്തില്ല, ഇവര് ചോദിക്കാറുമായിട്ടില്ലല്ലോ. ഓ ഇതങ്ങോട്ടൊക്കെ സർപ്രൈസിന്റെ. എന്നാ സർപ്രൈസ് ഇതൊക്കെ? കുട്ടി വാ. വെള്ളം 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 കമത്ത് കഴിച്ചോ? എന്നിട്ട് കള്ളച്ചിരി, എന്നിട്ട് കള്ളച്ചിരി, കള്ളച്ചിരി. ഇവിടെ ഇവിടെ വഴക്കൊക്കെ തുടങ്ങി കേട്ടോ. ആപ്പടെ പോയിന്റ് പോ, ആപ്പടെ പോയിന്റ്
ആ ഇഷ്ടപ്പെട്ടു തന്നെ. ഇഷ്ടപ്പെട്ടു. യമ്മി. സ്പൂൺ കൊടുക്കും മോനെ. സ്പൂണല്ല, ഇതുകൊണ്ട് കുത്തി എടുക്കുന്നത്. ആ ഇഷ്ടപ്പെട്ടു. ഞാൻ മക്രോണി ശരിക്കും വേവിച്ചായിരുന്നു. ആ നല്ല, അവന് വെന്ത് സോഫ്റ്റ് ആകുമ്പോൾ തിന്നാൻ എളുപ്പമുണ്ടാവും. പിള്ളേർക്കും ഇഷ്ടമാണ്. ഭയങ്കര സംഭവമാണ്. ഇതിന്റെ തന്നെ ഞാൻ ഫിഷ് ഉണ്ടാക്കി. പിന്നെ ആ സാധനം കഴിച്ചത് മാളുവിനാണോ? മാളുവിന് ഇങ്ങനത്തെ ഫുഡാണ് ഇഷ്ടം അല്ലേ? മാളു ഇങ്ങനത്തെ ഫുഡാണ്, ഈ ഫുഡാണ് ഇഷ്ടം? ഇതല്ല മാളുവിന്റെ ഫേവറേറ്റ്? അല്ല, ഇപ്പൊ അത് പറയാത്തതാണ്. അല്ല അങ്ങനല്ല, കഴിച്ച ചുക്ക് അവിടെ ഇരിക്കും. മാള് അവിടെ ഇരിക്കട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാള് അപ്പുറം ഇരുന്ന മോനെ, ചുക്ക് അപ്പുറം ഇരിക്കേ. അവിടെ ഇരിക്കേ. നല്ലതാണോ? അവിടെ ഫ്രണ്ട് അവിടെ ഇരുന്നോ. മാള് കഴിക്കേ. അങ്ങനെയുണ്ട്. ഏതിന് ടേസ്റ്റ് ഉള്ളതിനാ? ഞാൻ ആസ്പ്രാഗസ് ഒരു വെറൈറ്റി ഉണ്ടാക്കിയേ. നോക്കിയത് നോക്കിയേ, എന്തെങ്കിലും ടേസ്റ്റ് കിട്ടുന്നുണ്ടോ നോക്കിയേ. എനിക്ക് ഫിഷിന്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഫിഷിനകത്ത് ഞാൻ മുളക് പൊടി ഇട്ടില്ല, മറ്റേ ജസ്റ്റ് മുളക് പൊടി ഇട്ടില്ലേ? എനിക്ക് മുളക് പൊടി ടേസ്റ്റ് കിട്ടിയ. മുളക് പൊടി ഇട്ടിട്ടേ ഇല്ല ഞാൻ. ആക്ച്വലി ക്രഷ്ഡ് ചില്ലിയും പിന്നെ ഞാൻ പാപ്രിക്ക പൗഡർ ലേശം ഇട്ടിട്ടുണ്ട്. പിന്നെ ഓൾറെഡി കുരുമുളക് പൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരു കുടം വെള്ളമാണ് ഇപ്പൊ തെറിച്ചു പോയത്. മോള് എങ്ങനെയുണ്ട്? പത്രലോണത്തിക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ അതൊന്നും ചൂടാക്കണേ. കുറച്ച് പപ്പ ഉണ്ടാക്കി വെച്ചു ഇത് ചെയ്തുള്ളൂ. ഒന്നും ചൂടാക്കുക. ചൂട് പോയോ? ഞാൻ ചിക്കൻ വിങ്സ് ഉണ്ടാക്കിയായിരുന്നു. ആസ്പ്രാഗസ് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞേ. നല്ലതാണോ? ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യമേ ജസ്റ്റ് ഒലിവ് ഓയിലിനകത്ത് അത് ചെയ്തേ. ഒലിവ് ഓയിലിനകത്ത് ജസ്റ്റ് അതിട്ടു. അത് കഴിഞ്ഞ ശേഷം കുരുമുളക് പൊടി ഇട്ടു. പിന്നെ വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ടു. പിന്നെ ഫോട്ടോ എടുത്തില്ല ആണോ? വെയിറ്റ് ക്രഷ് ചെയ്തിട്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങയുടെ തൊലിയില്ലേ, അത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടു. നല്ല പുളിയുണ്ട്, നല്ലൊരു ഫ്ലേവർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് റെഡി ആയി കഴിഞ്ഞപ്പോ നാരങ്ങ അതിനോട് ഒഴിച്ചു. യേശുക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? കുട്ടി 4 മണിയാൻ പോയി കൊണ്ടുവരാം. ഒന്നിയുടെ വീട്ടിൽ കളിക്കാൻ പോയി. നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് യോഗർട്ടിന്റെ സംഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ട് ലഞ്ച് ഇതാട്ടോ. ഞാനിടയ്ക്ക് ഒരു മിഡ് മീൽ വർക്ക് പ്ലേസിൽ നിന്ന് എടുത്തായിരുന്നു. ഇന്ന് 7ാമത്തെ ദിവസം അല്ലേ? ഇന്ന് 7ാമത്തെ ദിവസം അല്ല, 6 ഇന്നലെ, ഇന്ന് 7. അതെനിക്ക് മനസ്സിലായി. അതായത് ഡയറ്റ് അമ്മ ഡയറ്റ് തുടങ്ങിയിട്ട് 7ാമത്തെ ദിവസം എന്ന് പറയാം. നാളെ വെയിറ്റ് നോക്കണേ. നാളത്തെ വീഡിയോയ്ക്കകത്ത് നമ്മുടെ വെയിറ്റ് നോക്കി കഴിയുമ്പോഴേക്കും അപ്ഡേറ്റ്. അല്ല, പെട്ടെന്ന് കുറച്ച് നല്ല വ്യത്യാസം ഉണ്ടാവും. വെയിറ്റ് ചിലപ്പം അങ്ങനെ കുറയണമെന്നില്ല, പക്ഷെ ഇഞ്ച് സൈസ് കുറഞ്ഞു എന്നുള്ളതാണ്. കാരണം നമ്മൾ പ്രോട്ടീൻ എടുക്കുമ്പം വെയിറ്റിൽ അങ്ങനെ ഭയങ്കരമായിട്ട് വെയിറ്റ് കുറയില്ല. മസിൽസ് അങ്ങനെ തന്നെ ഉണ്ടാവും. ഫാറ്റല്ലേ ബേൺ ആവുന്ന കൂടുതലും. എന്തായാലും നമുക്ക് നാളെ നോക്കാം. ഞങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു കഷ്ണം മീൻ കൊടുക്കുമ്പോൾ അതിന്റെ സൈസിലുള്ളൊരു പക്ഷെ അത് ചീസ് വെച്ചിട്ടുള്ള അല്ല, ജസ്റ്റ് ടേസ്റ്റ് അത് ട്രേഡ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. തരാം. യേശുക്കുട്ടിയുടെ ബിരിയാണി പോയി. ടേസ്റ്റ് അല്ലേ ഉള്ളൂ, അല്ലാതെ ടേസ്റ്റ് മാത്രമല്ല അതിനകത്ത് ഇതുണ്ടല്ലോ യേശുക്കുട്ടിക്ക് ചിക്കൻ വിങ്സ് ഇഷ്ടമാണോ? അതിന് ചീസിന്റെ ഇതുള്ളതുകൊണ്ടാണ് അവന് ഇഷ്ടമായി. അവന് ചീസ് ഇഷ്ടമാണ്. ടേസ്റ്റ് വ്യത്യാസമില്ലേ? ചിക്കൻ്റെ ടേസ്റ്റ് വ്യത്യാസമില്ലേ? ചീസിന്റെ സാധാരണ
സാധാരണ അവന് ചിക്കൻ വിങ്സ് അങ്ങനെ ഇഷ്ടമുള്ളതല്ലേ. ഇത് ചീസ് കൂട്ടി സോസ് ഉണ്ടാക്കിയോണ്ടാന്ന് തോന്നുന്നല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന്. 1 മണിക്കൂർ ആയില്ല, അതിന് ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ മാറ്റാൻ പോകും അല്ലേ. അതെ, ഇത് എന്നെ പരിപാടി. ഇത് ഫുഡ് കൈകൊണ്ട് ടച്ച് ചെയ്ത് നേരെ വായിക്കകത്ത് വെച്ച് ക്ലിയർ ആയിട്ടങ്ങ് കഴിക്കണം. ആ ഏരിയ മുഴുവനും തകർത്ത് വാരിയിട്ടാണോ എഴുന്നേക്കേണ്ടത്? ആണോ യേസുക്കുട്ടാ? ബേക്കറി പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അന്നേരം ഭയങ്കര കാമായിട്ട് കഴിക്കുന്നതായിരിക്കാം. നമ്മുടെ ലാസ്റ്റ് വീഡിയോയ്ക്കകത്തെ ഈ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഒന്ന് കുളിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അതിൻ്റെ അകത്തൊരു കമൻറ്റ് കണ്ടതാണ്. ജസ്റ്റ് ആ ഒരു കമൻറ്റ് ശരിക്കും നമ്മുടെ ശ്രദ്ധയിൽ പെട്ടു കേട്ടോ. കാരണം അതായത് ഇങ്ങനെ ഇൻഫെക്ഷ്യസ് സ്ഥലത്തൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പം അതെങ്ങനെയാണെന്നുള്ളതൊന്നും പറയാമോ എന്ന് വീഡിയോയിലൂടെ സംസാരിക്കാമോ എന്ന് ചോദിച്ചതായിരുന്നു. പക്ഷേ എൻ്റെ അകത്ത് നോട്ട് ചെയ്ത കാര്യം OCD എന്നുള്ളൊരു വാക്കാണ് നോട്ട് ചെയ്തത്. അപ്പോൾ അത് സംഭവം എന്താണെന്ന് വെച്ചാൽ OCD എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആളുകൾ വെറുതെ ഇച്ചിരി ഒരു വൃത്തിക്കുറവ് അല്ലെങ്കിൽ ഇച്ചിരി അടുക്കും ചിട്ടയൊക്കെ കുറവ് വരുമ്പോൾ തന്നെ ആ പേരങ്ങെടുത്ത് ഉപയോഗിക്കും. എനിക്ക് OCD ആണ്, അല്ലെങ്കിൽ അത് ശരിക്കും ഡയഗ്നോസ് ചെയ്ത് ഉള്ള OCD ആണെങ്കിൽ ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്യാം. അതല്ലാണ്ട് ഇങ്ങനെ ഇച്ചിരി വൃത്തിക്കുറവോ അല്ലെങ്കിൽ ഇച്ചിരി അടുക്കും ചിട്ടയുടെ കുറവൊക്കെ ഉള്ളവർ OCD എന്ന് പറയരുത്. കാരണം OCD എന്ന് പറയുന്നത് ഒരു ശരിക്കും ഒരു കണ്ടീഷനാണ്. അത് ശരിക്കും ഡോക്ടർ ഡയഗ്നോസ് ചെയ്യേണ്ട ഒരു അസുഖം തന്നെയാണ്. അപ്പം അങ്ങനെയുള്ളവരെന്ന് പറയുമ്പോഴേക്കും അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അവർക്ക് ബിഹേവിയറൽ കോഗ്നിറ്റീവ് പല രീതിയിലുള്ള തെറപ്പീസും മെഡിക്കേഷൻസും സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മെഡിക്കേഷൻ എടുക്കുന്നവരെ സംബന്ധിച്ച് അത് കുറച്ച് കൺട്രോൾഡ് ആവും. അവർക്ക് നോർമൽ ലൈഫ് നടത്തുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകത്തില്ല. അപ്പം അവർ അങ്ങനെയുള്ളൊരു ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് നോയൊന്നുമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരുടെ ആ ഒരു ഈ ഡിസീസ് എന്നുള്ളത് അത് ഇച്ചിരി അങ്ങ് അതിൻ്റെ ഒരു ലെവൽ കുറച്ച് നോർമൽ ലെവലിലാക്കി കഴിയുമ്പോഴേക്കും എല്ലാം നല്ല അടുക്കും ചുറ്റിനും വൃത്തിക്കും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആൾക്കാരും ആയിരിക്കും ഇങ്ങനെ OCD ഉള്ളവരെന്ന് പറയുന്നത്. ഇപ്പം ഇഷ്ടമുള്ളവർക്ക്, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്. അല്ലാണ്ട് അങ്ങനത്തെ ഒരു അസുഖം കാരണം നമുക്ക് ഈ ജോലി ചെയ്യാൻ പറ്റാതിരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മുടെ വർക്ക് ഇപ്പം ഹോസ്പിറ്റലിൽ വാർഡിൽ അല്ലെങ്കിൽ എമർജൻസി എങ്ങനെയാണെങ്കിലും നമ്മുടെ ഒരു വാർഡിൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്നിടത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തിരിച്ചേക്കുവാണ്. അതിൻ്റെ അകത്ത് ഇൻഫെക്ഷ്യസ്, അതായത് ഇങ്ങനെ ഭയങ്കരമായിട്ടും കണ്ടേജിയസ് ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന ടൈപ്പിലുള്ള ഇതൊക്കെ വരുമ്പോഴേക്കും അതൊരു സ്പെഷ്യൽ ഏരിയയിൽ, പിന്നെ അങ്ങനെ സ്പ്രെഡ് ആവില്ലാത്തത് അങ്ങനെ വേറെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഉള്ളത് വേറൊരു മൊഡ്യൂളായിട്ട്, പിന്നെ കുറച്ചുകൂടി ഒരു എമർജൻസി ആയിട്ടുള്ള ഇത് അതേസമയം സ്പ്രെഡ് ആവണമൊന്നും ഇല്ല അങ്ങനെയുള്ളവർ വേറൊരു സൈഡിൽ. അപ്പം ഈ മോഡ്യൂള് ഇങ്ങനെ വാർഡിൽ നമ്മൾ തിരിക്കുമ്പം ഓരോ മോഡ്യൂളിനും ഓരോ പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. കാര്യം പറഞ്ഞു കഴിയുമ്പം അത് എത്രത്തോളം നമ്മുടെ ഈ ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഓരോന്നും പല തരത്തിലാണ് സ്പ്രെഡ് ആകുന്നത്. എയർബോൺ ഡിസീസ്, അതായത് എയറിലൂടെ ഉണ്ടാകുന്നത്, ടച്ച് ചെയ്താൽ മാത്രം സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ആയാൽ മാത്രം പടരുന്നത്, അല്ലെങ്കിൽ ഡ്രോപ്പ് തെറിക്കുമ്പോൾ ഡ്രോപ്ലെറ്റ് അങ്ങനെ വരുന്നത്, അങ്ങനെ പല രീതിയിലാണല്ലോ ഇത് പടരുന്നത്. അപ്പം ഏത് ആണെന്നുള്ള ഡയഗ്നോസ് ചെയ്തിട്ട് അതിന് ഉള്ള ആവശ്യത്തിനുള്ള പ്രിക്കോഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം കോണ്ടാക്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലൗസ് ഇടുന്നു, പിന്നെ അതുപോലെ എയർപ്രൺ പോലത്തെ സാധനം കിട്ടുന്നു, മാസ്ക് ഇടുന്നു, അങ്ങനെയൊക്കെ. ഇപ്പം എയർബോൺ അല്ലെങ്കിൽ അങ്ങനെ വേറുള്ള ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിന് ചേരുന്ന ടൈപ്പിലുള്ള മാസ്ക് ഉണ്ട്, നോർമൽ മാസ്ക് അല്ലാണ്ട് വെന്റിലേഷനുള്ള ടൈപ്പും, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പലതരത്തിലുള്ള മാസ്കുകളുണ്ട്. പിന്നെ ഫുള്ള് കവർ ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ മറ്റേ ഒരു ഗ്ലാസിൻ്റെ ഷീൽഡൊക്കെ വെച്ചിട്ട് ഫുള്ള് ഹെഡൊക്കെ കവർ ചെയ്ത് മുഴുവനും കവർ ചെയ്തിട്ടുള്ള കെയർ കൊടുക്കണമുണ്ട്. അപ്പം ഓരോ എങ്ങനെയാണോ ഇതിൻ്റെ ഒരു കണ്ടാമിനേഷൻ രീതി എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻ എടുത്താണ് നമ്മൾ പേഷ്യൻസിനെ കെയർ ചെയ്യുന്നത്. പിന്നെ ഒരു ഹൈജീൻ അല്ലെങ്കിൽ എത്രത്തോളം ഏസെപ്റ്റിക് ആയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ കുറേ നാൾ ചെയ്ത് നമ്മളത് ശീലമാവും. ടൈം അതനുസരിച്ച് നമുക്ക് കൺട്രോളിൽ വരും. എല്ലാം അങ്ങനെ എന്താ പറയുക, ഒരു തടസ്സമില്ലാണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്തിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ OCD ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ട്രീറ്റ്മെൻറ്റും തെറാപ്പി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കൺട്രോളിൽ വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറയാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രത്യേകിച്ച് ഈ കണ്ടാമിനേഷൻ രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള OCD ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹാൻഡ് വാഷിൻ്റെ ഇതിൽ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. കാരണം വാഷ് ചെയ്ത് എത്ര വാഷ് ചെയ്താലും സാറ്റിസ്ഫാക്ഷൻ വരണമെന്നില്ല. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാണ് അതിൻ്റെ പ്രശ്നം? ഇത്രയും നേരം അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നതാണ്. ഞാൻ വർത്താനം പറയാൻ നേരത്ത് കയറി വന്നിരുന്നത് അപ്പം അങ്ങനെ കുറേ നേരം കണ്ടിന്യൂസ് ഹാൻഡ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് പ്രോട്ടോക്കോൾ. അതായത് നമുക്ക് എല്ലാ വാർഡിനും ഒരേ ബഡ്ജറ്റ് ഉണ്ടാവും. അപ്പം നമ്മൾ ഒത്തിരി ഇങ്ങനെ എന്നാണ് കൂട്ടാ
എല്ലാം സേവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നോട് വർത്താനം മതിയെന്നാന്ന് തോന്നുന്നു. അപ്പം OCD ഉണ്ടെന്ന് കരുതിക്കൊണ്ട് ഇങ്ങനെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫീൽഡിലൊന്നും വർക്ക് ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മൾ എന്ത് ടൈപ്പ് OCD ആണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് സംഭവങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ആ വാർഡിലെ പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്യുന്നതിന് തടസ്സമില്ല. ഇപ്പം നമ്മുടെ കേസിൽ ഞാൻ ഈ പറഞ്ഞ പോലെയാണ് ഏത് തരത്തിൽ സ്പ്രെഡ് ചെയ്യണമെന്നുള്ള അറിഞ്ഞിട്ട്. ഇപ്പം ഞാൻ പക്ഷേ പറഞ്ഞ ആ പേഷ്യൻറ്റ് നോർമൽ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ അതിന് ഈ പ്രത്യേകിച്ച് അത് നോറോയായിരുന്നു. അപ്പോൾ നോറോയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ 24 hours കഴിയുമ്പോഴാണ് നമുക്ക് സിംറ്റം പുറത്ത് വരുള്ളൂ. അതായത് ഇപ്പോൾ വോമിറ്റിങ്ങോ അല്ലെങ്കിൽ ഡയറി അങ്ങനത്തെ സംഭവമൊക്കെ ആണെങ്കിൽ 24 മണിക്കൂർ കഴിയണം, അല്ലെങ്കിൽ ഒരു 6 hours എങ്കിലും കഴിയണം അതിൻ്റെ ഒരു റിസൾട്ട് പുറത്ത് കാണിക്കണമെങ്കിൽ സ്പ്രെഡ് ആകുമ്പോൾ. അപ്പം എന്നിട്ട് ഇത് ഈ സിംറ്റം പുറത്ത് വരുമ്പോൾ തൊട്ട് ഐസൊലേറ്റഡ് ആയിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ സ്പ്രെഡ് ആവാൻ ചാൻസ് ഒത്തിരി കൂടുതലാണ്. അപ്പം ഈ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള സമയത്താണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ആ പേഷ്യൻ്റ് നോർമലായിട്ട് ഷെയറിംഗ് റൂമിലുള്ള ഒരു പേഷ്യൻ്റ് ആയിരുന്നു. അപ്പം അതിനാണ് ഇങ്ങനെ സഡനായിട്ട് തുടങ്ങിയത്. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഒരു ചെറിയ എന്താ പറയുക ഒരു പാനിക്കായ ഒരു സിറ്റുവേഷൻ. അതായത് നമ്മൾ അത് പ്ലാൻഡ് അല്ലല്ലോ, കാരണം അത് നോർമൽ റൂമിലാണ്. നമുക്ക് എക്സ്ട്രാ മറ്റേ ഈ പറഞ്ഞ പോലെ ഐസെപ്റ്റിക് റൂം ഒരെണ്ണം, ചില ക്ലീൻ റൂം എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. നമ്മളൊരു പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഹോസ്പിറ്റലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടൊരു വീഡിയോ. അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് റൂമിൻ്റെ പ്രത്യേകതകളും എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. പഴയ വീഡിയോയിൽ എനിക്ക് 2 വർഷം മുന്നാന്ന് തോന്നുന്നത് ചെയ്തത്. അതിൻ്റെ അകത്ത് അത് കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ക്ലീൻ ഏരിയ ഉണ്ട്, പിന്നെ പേഷ്യൻ്റെ റൂമും ഉണ്ട്. അത് 2 ഡോറാണ് നമുക്ക് ഒരു പേഷ്യൻ്റെ റൂമിലോട്ട് കയറി പോകണമെങ്കിൽ. അപ്പോൾ ആ ക്ലീൻ ഏരിയ ഇല്ലാത്ത റൂമിലായിരുന്നു ഈ പേഷ്യൻ്റ് കിടന്നത്. അപ്പോൾ അത് ചെറിയൊരു ചലഞ്ചായിരുന്നു. പക്ഷെ നമ്മളിത് അറിഞ്ഞപ്പം തന്നെ മറ്റേ പേഷ്യൻറ്റിനെ മാറ്റില്ല. ആ പേഷ്യൻ്റ് വേഗം വിളിച്ചത് വീട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പേഷ്യൻ്റ് മാത്രമായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഡോർ ക്ലോസ് ചെയ്തു, റൂം ഐസൊലേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഇങ്ങനെ ഐസൊലേറ്റിംഗ് റൂമിൽ പോകുമ്പം ചെയ്യേണ്ട എന്തൊക്കെ സാധനങ്ങളാണോ അതെല്ലാം ഈ ഡോറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചു. ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങളും അങ്ങനെ എല്ലാം കൊണ്ടുവച്ചു. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ ആ എക്സ്ട്രാ മറ്റേ പ്രൊട്ടക്ഷൻ സാധനങ്ങളെല്ലാം ഇട്ടാണ് നമ്മൾ അകത്ത് പോകുന്നതും കെയർ വേണ്ടിയ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതും. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ അതെല്ലാം അവിടെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് ഓരോന്നും ഡിസ്പോസ് ചെയ്യണ സ്ഥലങ്ങളുണ്ട്. അവിടെ ഡിസ്പോസ് ചെയ്തിട്ട് അൺഹൈജീൻ കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നത്. എല്ലാം കൊണ്ടും അങ്ങനെ എന്താ പറയുക ഒരു പ്രത്യേക രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇങ്ങനെ ഹോസ്പിറ്റൽ വർക്കുകളും അതവിടെ ജോലി ചെയ്യുന്നവർക്കറിയാം കേട്ടോ എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കുറച്ച് കൂടുതൽ ക്ലാരിഫിക്കേഷൻ കൊടുക്കണമെങ്കിൽ കമൻ്റായിട്ട് എഴുതിക്കോട്ടോ. ഫുൾ 2 hours സ്ട്രൈറ്റ് പുറത്താണ് കയറി വന്നപ്പോൾ ഷൂസ് കളഞ്ഞു. മറ്റേ അവിടെ കണ്ട കുഞ്ഞ് ടോർ കാണിച്ചു. അവർക്ക് പുതിയ ഈ മറ്റേ ചേഞ്ച് ചെയ്തു എല്ലാം. അതുപോലെ ചൂണ്ടിക്കാണിച്ചാൽ നോക്കി അവർക്ക് അവിടെ ഉണ്ട്. അപ്പുറം ഇങ്ങനെ ഇടിച്ചു വീണു അവിടെ. സോക്സ് അതുപോലെ എന്നിട്ടാണെങ്കിൽ അതൊക്കെ കേട്ടാണെങ്കിൽ എനിക്ക് പാടാണ്. അപ്പുറമാണെങ്കിൽ എനിക്കത് അന്നേരം ഫീൽ അല്ലേ പോലത്തെ ചില്ലുള്ള വെള്ളത്തിൽ ചവിട്ടി പോകുമ്പോ. അതുകൊണ്ട് ഒന്നാമത് എനിക്ക് ഇന്ന് ട്രെയിനിത്തുണ്ട്, അതുകൊണ്ട് പോണ്ടേ. എന്നിട്ടാണെങ്കിൽ അവന് പോയിട്ടാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറി അത് കൊണ്ടുവച്ചിട്ട് എന്തിനാണോ കല്ലും മണ്ണൊക്കെ പെരക്കാത്ത പറഞ്ഞുകൊണ്ടുവരുന്നത്. എന്തൊരു നല്ലതാ. ഓക്കെ, അത് കൊണ്ടൊരു ബോക്സിൽ ഇട്ടേക്ക്. എന്നിട്ട് വേഗം പോയിട്ട് ഡ്രസ്സ് മാറി കൈയും കാലൊക്കെ കഴുകി ഫുട്ബോൾ കളിക്കാനുള്ള ഡ്രസ്സ് ഇട്ട് നേരെ അങ്ങോട്ട് പോവാം. എല്ലാ ദിവസവും സ്കൂൾ വിട്ട് വന്നിട്ട് ബോറിംഗാണ്. ഇന്നതുകൊണ്ട് പ്ലാൻഡ് ആയിട്ട് ഫ്രണ്ടിന്റെ അടുത്ത് വിസിറ്റ്, അത് കഴിഞ്ഞിട്ട് 1-2 മണിക്കൂർ ഫുട്ബോൾ കളി കോർട്ടില്. നോക്കട്ടെ എന്നാ അവന്റെ കൊണ്ടുവച്ചിട്ട് വേഗം വാ. വിശക്കുന്നില്ലേ? ഇല്ല, ഞങ്ങൾ തിന്നാണോ പിന്നെ ബസ്സിനകത്ത് വെച്ചിട്ട് ഛർദിക്കാൻ നല്ലൊരു ഇന്ന് ജോണിക്കുട്ടിയും പറഞ്ഞേ ഇന്ന് ഇവരുടെ സ്കൂളിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ എല്ലാവർക്കും ഒരു അസ്വസ്ഥ. ആ ബസ്സിനകത്ത് ഭയങ്കരമായിട്ട് കുരുങ്ങാണ്, പിന്നെ ഭയങ്കര തലവേദന എടുത്തോണ്ട് ഛർദിക്കണ ഫീൽ ചെയ്യാം. പിന്നെ ഞങ്ങളുടെ ക്ലാസ് ഒരു കാളെങ്കിൽ പണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ഇപ്പൊ ഛർദിച്ചാണോ ആ സ്ഥലത്ത് തന്നെ. അപ്പൊ അതിന് അവരുടെ ഒരു സീറ്റ് റിസർവ് ചെയ്ത്. അപ്പൊ കുറെ ആൾക്കാർക്ക് പോകാൻ പറ്റില്ല മുന്നിലോട്ട്. അപ്പൊ എനിക്ക് പോകാൻ പറ്റില്ല. ഡ്രസ്സൊക്കെ മാറിയിട്ട് കഴിയിട്ട് ഫുഡ് കഴിക്കാൻ പാ. എന്റെ ഡോറ് തുറന്ന് എന്റെ കൊച്ച് ചെരുപ്പെടുത്തിട്ടു. മാളോ ഈ തിന്നെടുത്ത് വെക്കാം മോനെ.
എണീക്കാനങ്ങ് മടി ഇവിടുന്ന് ഇരുന്ന് പോയിട്ടെ നടുവ് അങ്ങ് പൊങ്ങുന്നില്ല എന്ന് പറഞ്ഞാലേ. ഓരോന്നിനും ഓരോ കാര്യത്തിനും ഓരോ പിള്ളേരെ പറഞ്ഞു. മാളുവേ ഇതൊന്നും എടുത്ത് വെച്ചാ മോനെ, അന്നേരം ഡോർ അടിച്ചിട്ടേ. ആണോ മാള് ജോണിക്കുട്ടി ഇത് ജോണിക്കുട്ടി അത് മേളിലോട്ട് കയറ്റി വെച്ചോടാ. ഇത് ഈ ഷൂസ് കൊണ്ട് വെച്ചാ മോനെ. ഇതാ പുറത്തേക്ക് കൊണ്ടുപോയി. അതാ ഡോർ അടിച്ചേരണേ. ചെക്കൻ വന്നേക്കണം. ചക്കി കഴിഞ്ഞിട്ട് ഫുഡ് തരാം. നല്ലാണോ? ബേബി വീടാന്ന് നോക്കിയേ. എങ്ങനെയുണ്ട് ചക്കി? ഫുഡ് എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഈ ചിക്കൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നോ? ഒരു ബൈറ്റ് എടുത്തിട്ട് പറഞ്ഞു എങ്ങനെയുണ്ട്. സാധാരണ ചിക്കൻ പോലെയാണോ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? 65 ഇച്ചിരി അതുപോലത്തെ ഹോട്ട് സോസ്. ഓഹോ, ഇൻഗ്രീഡിയൻസ് ഒക്കെ എണ്ണി പറയോ? അതുപോലെ എല്ലാത്തിന്റെ ഇത് തോന്നുന്നുണ്ടോ? നല്ല എന്നുണ്ട്. പണ്ടൊക്കെ ക്രേവിങ്സ് വരുമ്പം ചോക്ലേറ്റ്, ഐസ്ക്രീം അല്ലേ മാളു, അതൊക്കെ ആയിരുന്നു മമ്മ മേടിച്ച് തിന്നുന്നത്. ഇപ്പം നല്ല മുറ്റ സാധനമൊക്കെ. ബ്രൗൺ ബ്രെഡ് ആട്ടോ താഴെ. എന്നിട്ട് ഫ്രഷ് സാലഡ്, ബോയിൽഡ് എഗ്ഗ്, പിന്നെ സോസ്. ഇത് സ്മോക്ക്ഡ് സാൽമൺ ആണ്. ഓഹ്, ഒരു രക്ഷയില്ല, ഭയങ്കര പാക്കറ്റ് എടുക്കാവുന്ന, പക്ഷെ പാക്കറ്റ് പറഞ്ഞ് തിരിച്ചു പോയിരുന്നു. അതെ, വെയിറ്റ് എടുത്തോ. ഞാൻ ഇൻസ്പിറേഷണൽ ഒരു സ്റ്റോറി പറയാൻ പോവാണ് മമ്മ പറഞ്ഞ ഒരു കാര്യത്തെ കുറിച്ച്. ഒരു ടീച്ചറും ഒരു ലോയറും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും നെയ്ബേഴ്സാണ്. അവര് സെയിം പ്ലാന്റ് സെയിം സമയത്ത് സെയിം ദിവസം മേടിച്ചായിരുന്നു. എന്നിട്ട് അവർ അതിനെ നട്ടുപിടിച്ചു. ലോയർ അതിന് ഒത്തിരി വെള്ളം കൊടുത്തു, ഒത്തിരി കെയർ കൊടുത്തു. ടീച്ചർ അതിന് ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുത്തു, പിന്നെ വേറെ ഒന്നും ചെയ്യാറില്ലായിരുന്നു. എന്നിട്ട് ഒരു ദിവസം വലിയ സ്റ്റോർം വന്നു. രണ്ടുപേരും പുറത്തു പോയപ്പോൾ ലോയറിന്റെ ചെടി മൊത്തം പോയി, ഡിസ്ട്രോയിഡ് ആയി. പക്ഷെ ആ ടീച്ചറിന്റെ സ്റ്റിൽ അവിടെ ഹെൽത്തി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് ലോയർ ചോദിച്ചു, ഇങ്ങനെ നിന്റെ നല്ലതായിട്ട് ഇരിക്കണം, ഞാൻ വേണ്ടി ഒത്തിരി കെയർ കൊടുത്തു, നീ ആണെങ്കിൽ ഒത്തിരി കെയർ കൊടുക്കത്തു പോലില്ല. എന്നിട്ടാണെങ്കിൽ മറ്റേ ടീച്ചർ പറഞ്ഞു, നീ അതിനെല്ലാം കൊടുത്തു, അതുകൊണ്ട് സൗണ്ട് എടുക്കില്ല, അത് കൂടെ എന്നിട്ട് നീ അതിന് ടു മച്ച് കെയർ കൊടുത്തു. സോ അതിന് തന്നെ കണ്ടുപിടിക്കാറില്ല, അതിനെല്ലാം കൊടുക്കുമായിരുന്നു, അതിനൊന്നും തപ്പേണ്ട ആവശ്യമില്ലായിരുന്നു, ആവശ്യത്തിനെല്ലാം കെയർ ഉണ്ടായിരുന്നു. മറ്റേതാണെങ്കിൽ അതിന് ആവശ്യത്തിനുണ്ടായിരുന്നു, പക്ഷെ ഇനിയും വേണമെങ്കിൽ അത് ഇനിയും പോയി ഫൈൻഡ് ചെയ്യാൻ പോണായിരുന്നു തന്നെ. അതുകൊണ്ട് അങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പോണായിരുന്നു. സോ ഈ അപ്പൊ അതിന്റെ റൂട്ട്സ് കുറച്ചുകൂടെ ഡീപ്പറും സ്ട്രോങ്ങറും വലുതുമായി. മറ്റേന്റെ ആയില്ല, അത് അങ്ങനെ തന്നെ ഇരുന്നു, ബിക്കോസ് അതിന് ഇഷ്ടംപോലെ കെയർ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ അത് മീൻ ചെയ്ത ചെടി നടുന്നതിനെ കുറിച്ചാണോ, അത് മക്കളുടെയും പാരന്റ്സിന്റെയും കാര്യത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഈ ഒരു തോട്ട്? പറ്റുമോ? ഇപ്പോ നമ്മളിപ്പോ അത് പറയാനുള്ള റീസൺ എന്നായിരുന്നു? ചക്കീന്റെ ഒരു ഫ്രണ്ടിനെ ഉണ്ടെന്നിട്ട് അതിനെ കുറിച്ച് കൊണ്ടുപോയി. ഒരു അല്ലേ, റിച്ച് ഫ്രണ്ട്സ് ആണെങ്കിലും ചിലപ്പോൾ അവരുടെ മക്കൾക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ചിലപ്പം നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള പാരന്റ്സ് അങ്ങനെ സമ്മതിക്കില്ല. എല്ലാം കെയർഫുൾ ആയിട്ടായിരിക്കും അല്ലേ? ജിമ്മി പോലെ ജിമ്മി പോവാ. അതുണ്ടോ, €1 കിട്ടിയ 2 പാക്കറ്റ്. നല്ലതാണോ? ചിക്കു ജിമ്മി പോയതാണ്. അപ്പോൾ പിള്ളേർക്ക് എല്ലാ ദിവസവും ഒരേപോലെ പൊറിഞ്ഞുണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കത്തില്ല. എന്നാൽ ആപ്പിള് കട്ട് ചെയ്തിട്ട് പൊറിഞ്ഞുണ്ടാക്കി അത് കഴിക്കത്തില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ ഇങ്ങനെ ചെറുതായിട്ട് ഇതിനകത്തേക്ക് അരച്ച് ചേർക്കുന്ന പോലെ ചേർക്കുവാണെങ്കിൽ പൊറിജിനകത്ത് മെൽറ്റായി പോകും, പിള്ളേർ കഴിക്കും. മമ്മയാണോ? മാൾ ചേച്ചീനും മമ്മയാണ്, പപ്പ മമ്മയാണ്, എല്ലാവരും മമ്മയാണ്. നീ അസക്കുട്ടിനെ കൊണ്ട് മാളൊന്ന് പുറത്തു പോവാണ്. പപ്പ പൊറിജ് ഉണ്ടാക്കി കഴിയുമ്പോൾ കേട്ടോ. കാക്കനെ കാണാൻ വേണ്ടി പോവാണോ? ആ കാക്ക പുള്ളിക്ക് പുറത്തു പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ജോണിക്കുട്ടി വന്നിട്ടില്ല ഇതുവരെ. കാക്ക ആ ചക്കിയുടെ സൈക്കിൾ കയറ്റി വെച്ച മോനെ. പൊറേജ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതിനകത്ത് പാലും ചേർക്കും, പിന്നെ ബട്ടറും ചേർക്കും. കാരണം ഇവർ കുറച്ചല്ലേ കഴിക്കുന്നുള്ളൂ, അപ്പം കാര്യമായിട്ട് കലോറിയൊക്കെ ചെന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. പിന്നെ കുറച്ച് ബട്ടറും കൂടെ നമ്മൾ ചേർക്കുവേ. അത് കഴിയുമ്പോഴേക്കും ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുത്ത് പയ്യെ കുറുക്കി അങ്ങ് വയ്ക്കും.
തണുത്ത് കഴിയുമ്പോഴേക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ജാമോ ബ്ലൂബെറി ഓർ സ്ട്രോബെറി എന്തെങ്കിലുമൊക്കെ ഇട്ട് അവർ കഴിക്കും. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും. ആ പൊറിച്ച് കഴിക്കാൻ വാ അശുക്കുട്ടി വാ. ആ ചെറിയ പാർട്ട് അവന് കൊടുത്താൽ മതി, ചെറുത് കൊടുത്താൽ മതി. നമ്മൾ സ്ട്രോബെറി ആണ് ഇന്ന് പൊറിച്ചിട്ട്. ഇത് പൊറിച്ചിന് ടേസ്റ്റ് ഉള്ളതാണേ. അവന് കടുത്ത് കൊടുക്കുക. അവൻ തന്നെ അവനോട് കൂട്ടി കഴിക്കട്ടെ, അല്ലെങ്കിൽ അവൻ കഴിക്കത്തില്ല. അവൻ തന്നെ എഴുതിയിട്. ഇല്ല മെസ്സ് ഉണ്ടാക്കുക. അന്നേരം അവൻ എടുക്കുന്ന സമയത്ത് കറക്റ്റ് വയറ്റിലേക്ക് കൊടുത്താൽ മതി. കഴിക്കേ, പകുതി താഴെ പോവും. ചൂടാണോ? നല്ലതാണോ ചേക്കി? ചൂടാണോ? മാള് കഴിച്ച പപ്പ കൊടുക്കാം. എങ്ങനെയുണ്ട്? നോക്കി അടുത്ത് നിന്നില്ലെങ്കിൽ എല്ലാം വാരി തെറിപ്പിച്ച് അല്ലേ ഒരു പരുവാക്കും. ആ വെള്ളം പാലത് കഴിക്ക്. കൈയിട്ട് ഇളക്കി സ്ട്രോബെറി മാത്രം പറക്കിയെടുത്ത് കഴിക്കും. നല്ലാണോ? നല്ലാണോ? 1.5 മണിക്കൂർ ചെയ്തോ? ആണോ? ഒരു നല്ലൊരു പുളിങ്ങോടെ കഴിഞ്ഞ് കഴിയും. വാഴയാണോ? എന്നെ മുത്തേ അവന് വീട് അടുത്തോട്ട് പറയാം. ഫുഡെല്ലാം കൊടുത്തവനെ കഴിച്ചു. മൊത്തം 5 മണിക്കൂറോളം പുറത്തായിരുന്നു ജോണിക്കുട്ടി. പോയി പെട്ടെന്ന് പോയി കുളിക്കാം. കൊച്ചുണ്ട്, ഞാനാണെങ്കിൽ ഭയങ്കര ചൂടാ, എനിക്ക് ഭയങ്കര വേർപ്പുണ്ട് തലയിൽ. അപ്പൊ ഞാൻ ഓർത്ത് വെള്ളം ഇടാണ് എന്റെ ബോഡിയില്. അപ്പഴാണെങ്കിൽ ഞാൻ എന്റെ മേത്ത് ഇട്ടോണ്ടിരുന്നെ. അപ്പഴാണെങ്കിൽ എന്റെ പാൻഡയില് പോയി വേന്. എന്നിട്ടാണെങ്കിൽ ഒരു കൊച്ചു വന്നിട്ട് കൂവാൻ തുടങ്ങി കുറെ നേരം. നീ മൂത്തൊഴിച്ച് പാടില്ല, നീ മൂത്തൊഴിച്ച്. എനിക്ക് സത്യമായിട്ട് കളി കയറുവാണേ. അവൻ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞത് വെള്ളമാണ് സ്റ്റോപ്പ് ചെയ്യാൻ. അവൻ പൊട്ടനെ പോലെ ആക്ട് ചെയ്യണേ. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് അനോയിങ് ആകുവാണ്. അപ്പോഴാണെങ്കിൽ ഞാൻ പോയിട്ട് കോച്ചിന് പറഞ്ഞില്ല, പക്ഷെ ഞാൻ മറ്റേ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു. അമ്മയാണെങ്കിൽ മറ്റേ കോച്ചിന് പറഞ്ഞു. എന്നിട്ട് അവനെ പോയിട്ട് പുറത്തിട്ടു കുറെ നേരം. ഒത്തിരി പുള്ളി ചെയ്തോണ്ടാ? ആ, അതെല്ലാവരും പുള്ളി. എന്നിട്ട് യുഹയുടെ തലയിലോട്ട് ഒരു ബോൾ എറിഞ്ഞു. അതുപോലെ എല്ലാവരുടെ മേത്ത് എറിഞ്ഞോണ്ടിരുന്നു. സോ അവനെ കിക്ക് ഔട്ട് ചെയ്ത് വന്നിട്ട് അവർ ഈ പുള്ളി നമ്മൾ നിൽക്കേണ്ട, അവരോട് നമ്മൾ ആർഗ്യൂ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. മറ്റേ ടീമുണ്ടാണ്, ഞാൻ സെയിം ടീമിലാണ്. ഒരു ബോയ് ആണെങ്കിൽ യുഹയുടെ ഫ്രണ്ടാ. അവന് ഭയങ്കര ഹാർഡായിട്ട് കളിച്ചേ. അവൻക്ക് ആംഗ്രി ഇഷ്യൂസ് ഉണ്ട്. അവൻ പോയിട്ട് ശക്തിയായിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഹെൽപ്പ് ചെയ്യില്ലാത്ത കൂവിക്കൊണ്ടിരുന്ന. ഞാൻ അപ്പുറമാണെങ്കിൽ ഞാൻ പറഞ്ഞു ഞാനല്ലേ ഹെൽപ്പ് ചെയ്തോണ്ടിരുന്നേ. എന്നിട്ട് അവൻ പറഞ്ഞു നീ ഹെൽപ്പ് ചെയ്തു. സോ മറ്റേ ബാക്കി ആരും ഹെൽപ്പ് ചെയ്യാനില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു എത്ര ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനാണ്. എന്നിട്ടാണെങ്കിൽ അവനൊന്നും ഒരു ഗോള് പോലും ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാൻ ഓർത്തു നമുക്ക് 0 ഗോള്, പിന്നെ അവർക്ക് 13. സോ അപ്പുറം ഞാൻ ഓർത്തു നമുക്ക് ചെയ്യാന്. സോ ഞാൻ പെട്ടെന്ന് പോയിട്ട് ആ ബോൾ എടുത്തിട്ട് ഇതുപോലെ അതുപോലെ എടുത്തത് എയറിലിട്ടു, സൈഡിലോട്ട്, എന്റെ മുന്നിലോട്ട്. ഒരാൾ എന്റെ ബാക്കിലുണ്ട്. മുന്നിലിട്ട് നൊട്ട ഗോള്. നമ്മുടെ ഫസ്റ്റ് ഗോളാ വന്നെ. എന്നിട്ട് എല്ലാവരും എന്നെ ക്ലാപ്പ് ചെയ്യാൻ തുടങ്ങി. അവനാണ് 13 അവർക്ക്, പിന്നെ നമുക്ക് 1. എന്നിട്ട് ലാസ്റ്റ് റൗണ്ടിലാണെങ്കിൽ ഞാൻ എത്ര ഗോളാ ഇട്ടോണ്ടിരുന്നേ. എന്നിട്ട് മറ്റേ കുറച്ച് ആംഗ്രി ഇഷ്യൂസ് ഉള്ള കൊച്ചില്ലേ, എത്ര ഗോള് അവനും ചെയ്തു. എന്നിട്ട് നമ്മൾ വിൻ ചെയ്തു ആ വട്ടം. ഈ 13 ഗോളിന് ബ്രേക്ക് ചെയ്തോ? അല്ല മമ്മ, 13 ആണെങ്കിൽ അവർ കൊണ്ടാണ് അവർ വിൻ ചെയ്തു ആ പ്രാവശ്യം. എന്നിട്ട് നെക്സ്റ്റ് ഗെയിം വന്നു 0-0. എന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വിൻ ചെയ്തു. അവൻ കുളിക്കട്ടെ, അകത്ത് വിളർത്തിരിക്കുക. എന്നാ ചക്കരെ ബൈ ബൈ. എഴുന്നേറ്റ് കൈ കൊണ്ട് കാറ്റ് കൊടുക്കുക.